ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബ. ഇത് കുറേ ആയിക്കണൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചൊരു ബിസി ആയിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സുകളെ വീഡിയോ എല്ലായിടത്തും കുറേ പേരുതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പം ഫുൾ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പള്ളിയുണ്ട് കേട്ടോ, ചെറിയ പറപ്പൂര് മൂച്ചിക്ക റോഡ്. അപ്പോൾ അവിടെ ആ പള്ളിയിൽ നബിദിനാണ്. അപ്പോൾ ലാസ്റ്റ് മാസമൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ മാസം. അപ്പോൾ ഇത് ശനിയാഴ്ചയായിരുന്നു, 20-ാം തീയതി 21-ാം തീയതി അങ്ങനെ എന്തോ ശനിയാഴ്ച ആയിരുന്നേ. അപ്പോൾ അവിടെ പള്ളിയിൽ കുട്ടികളെ പരിപാടിയും ചോറ് കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ 9:30 മൗലൂദ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൗലൂദ് കഴിഞ്ഞതിന് ശേഷം ദുആക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ്, നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ. ഇപ്പോൾ അൻഫും ഇക്കും ഒക്കെ കൂടി നമുക്ക് 4 വീട്ടുകാർക്കുള്ളതും കൂടി കൊണ്ടുവരികയാണ് അവർ. പിന്നെ അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്ക് നമ്മളെ വീട്ടിൽ വിരുന്നേരും അവരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും എത്ര ആളുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അനിയത്തിയും എൻ്റെ ആങ്ങളെയും അവൻ്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ആങ്ങള ഇപ്പോൾ സൗദിയിൽ നിന്ന് വന്നതാണ്. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നെ പറയാതെ വന്നതുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, കോളിംഗ് ബെല്ലടിക്കണ്. അപ്പോഴാണ് ആരാണെന്ന് വെച്ചിട്ട് പോയി നോക്കിയപ്പോൾ ഇവനാണ്. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും കൂടി കണ്ടിട്ട് 6 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിലേക്ക് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇവിടെ ഇല്ലേന്ന്, ഞാനവിടെ അക്കാൻ്റെ അടുത്ത് റാസൽ കൈമേലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ നമ്മൾക്കിങ്ങനെ ഉണ്ടാവുമല്ലോ, കാണാൻ ആഗ്രഹിക്കാൻ ഭയങ്കര ആയിട്ട് ആഗ്രഹിച്ചിരിക്കണ ഒരാളെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പോൾ പിന്നെ അവന് പിന്നെ അവൻ അങ്ങോട്ട് ഉമ്മാനെയും പിന്നെ നാത്തൂനെയൊക്കെ നസിനെയും കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, അവിടെ നമ്മളെ നബിദിനത്തിന് നിങ്ങളെല്ലാവരും പോരിന്നിട്ട് അന്ന് ഒരു ദിവസം ജെസ്സിയും നസിയും കുട്ടികളും ബാബുവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇത് വൈകുന്നേരമായിട്ടാണ് ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അസർ നിസ്കാരത്തിന് ശേഷമാണ് ഘോഷയാത്രയൊക്കെ. അപ്പോൾ നമ്മൾ ഇത് കാണാൻ വന്ന് നമ്മളെ വീടിൻ്റെ അവിടുന്ന് റോഡിൻ്റെ അടുത്തല്ല നമ്മളെ വീട്, കുറച്ചങ്ങോട്ട് ഒരു ഉള്ളോട്ടാണ്. അപ്പോൾ അവിടുന്ന് എല്ലാവരും പള്ളീൻ്റെ അടുത്തേക്ക് എല്ലാവരും കാണാൻ വന്ന് നിൽക്കുകയാണ്. വന്ന പാടെ നമ്മൾക്ക് നല്ലൊരു അടിപൊളി പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, മാഷാ അല്ലാ. ഇപ്പോൾ ഘോഷയാത്രയ്ക്കുള്ള കുട്ടികളെ എല്ലാവരും ഇങ്ങനെ നിർത്തിയാണ് കേട്ടോ. കുറേ ദഫിനുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഘോഷയാത്ര പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഈ മിഠായും ഇതൊക്കെ കിട്ടാനൊക്കെ. അപ്പോൾ അവരങ്ങനെ കുറേ പേരൊക്കെ പോയി, കുറേ പേര് പോയില്ല അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇതാ കുറച്ച് എല്ലാ ഭാഗത്തും പോയിട്ട് ഇത് ഘോഷയാത്ര ഇങ്ങനെ നമ്മളങ്ങോട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും മാഷാ അല്ലാ ഇഷ്ടംപോലെ സ്വീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജ്യൂസ്, അതുപോലെ ഇങ്ങനെ വെള്ളം അങ്ങനെയുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഭാഗത്ത് എത്താനായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ. റോഡിൻ്റെ ആ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടുന്ന് അനിയത്തിമാരൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നബിദിനത്തിൻ്റെ. നമ്മളെ ചെറിയ പറപ്പൂര് അത് നമ്മളെ വലിയ പള്ളി മദ്രസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബ്രാഞ്ചാണ് മദ്രസ. ഇവിടെ നമ്മളെ മദ്രസ ഇവിടെ ഈ പള്ളിയിൽ മദ്രസ ആദ്യമല്ലായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ മദ്രസ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേക്ക് ഇവിടെ ഫുഡ് കൊടുക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതുപോലെ ഘോഷയാത്രയും പരിപാടിയും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ദഫ് നൈറ്റ് അങ്ങനെയൊക്കെ കുറേ മുന്നേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മദ്രസ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു 4 വർഷം ആയി തോന്നുന്നു ഇപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾക്ക് ഭയങ്കര ഇതാണ്. ഞാൻ നേരത്തെ മുന്നേ ഒരു അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് പെരുന്നാളിനേക്കാളും ഭയങ്കര പൊലിവാണ് ഈ നബിദിനം എന്ന് പറയുമ്പോൾ. ഭയങ്കര രസമാണ് ഈ കുട്ടികളുടെ പരിപാടി ഇതൊക്കെ കാണാൻ പോവുക. അതും മാഷാ അല്ലാ നമ്മൾക്ക് എടുത്ത് പറയേണ്ടത് ഇവരെ ദഫ് പ്രോഗ്രാം. ദഫിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറേശ്ശെ മാത്രം അങ്ങനെയുള്ളൂ.
രാത്രിയായിരുന്നു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ദഫൊക്കെ അടിപൊളിയായിരുന്നു. മാഷാ അല്ലാ കുട്ടികൾ കളിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു മാഷാ അല്ലാ മാഷാ അല്ലാ എങ്ങനെയാണാവോ ഇവരിതിങ്ങനെ പഠിച്ചെടുക്കണത് എന്നുള്ളത് കേട്ടോ. മാഷാ അല്ലാ അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു മക്കളതൊക്കെ. അതുപോലെ കുട്ടികളൊക്കെ ചെറിയ മക്കളൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളെ മദ്രസയിലെ ഈ ഒരു നബിദിനത്തിൻ്റെ അന്ന് നമ്മളെ അയൽവാസിയിലുള്ള മക്കളെ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരും അങ്ങനെ എല്ലാവരും വരും. നമ്മളെ വീട്ടിലുള്ള കുടുംബക്കാരും എല്ലാവരും വരും. എല്ലാവർക്കും ഭയങ്കര രസമാണ് ഈ ഒരു നബിദിനം കേട്ടാൽ. നമ്മളെ നാട്ടിലുള്ളൊരു നബിദിനല്ലേ, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപാടിക്ക്. പിന്നെ ഇത് വൈകുന്നേരത്തെ പരിപാടി പ്രോഗ്രാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഘോഷയാത്രയൊക്കെ വന്ന് ഇതിപ്പോൾ ഇനിയിപ്പോൾ പള്ളിയിലേക്ക് തിരിച്ച് പോകണം. അവിടെ എത്തിയാൽ പിന്നെ എല്ലാവരും വീട്ടിലേക്കും അങ്ങനെ പോകും. പിന്നെ ദഫിനുള്ള കുട്ടികൾക്കൊക്കെ രാത്രി ഫുഡ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളെ പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങി. അതുകൊണ്ട് എന്നാലും ഒരു 12:15 ആയി എല്ലാതും കഴിഞ്ഞപ്പോൾ. എല്ലാ പരിപാടിയും മാഷാ അല്ലാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക. ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നിങ്ങളോട് കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത് ഞാനൊരു വീഡിയോ അത് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. നമ്മളെ ഈ മൂച്ചിക്കലെ നബിദിനത്തിന് ദിൽമോ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവന് ബാംഗ്ലൂരാണ്. ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിൽ നോക്കിയാണ്. പിന്നെ ഇനിയിപ്പോൾ 11-ാം തീയതി നമ്മളെ അയൽവാസിയിലൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും വരുന്നുണ്ടാവും. ഇക്കു വന്നിട്ടുണ്ടായിരുന്നു, അനിയൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അവന് പിന്നെ 2 ദിവസം നിന്ന് ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അവന് തിരിച്ച് പോയി ബാംഗ്ലൂർക്ക് തന്നെ. അവർ രണ്ടാളും അവിടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, മക്കൾക്കൊക്കെ ഒരുപാട് സ്വീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. നേഹമോളും നശ്വയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരും ഇതുപോലെ കുറേ സ്വീറ്റ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. കൊടുന്ന കിട്ടിയ എവിടെടാ റൈസ് കൊടുത്തു വരുന്നുണ്ട്. എവിടാ ഇങ്ങോട്ടൊക്കെ തന്നൂട്. ഘോഷയാത്ര ഇവിടെ വെച്ച് അവസാനിച്ച് പിന്നെ അവിടെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയ പള്ളിയാണ്. പിന്നെ എല്ലാവരും അങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞ് പിന്നെ രാത്രി ഇതാ പ്രോഗ്രാം, കുട്ടികളെ പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ ഇതിന് കുട്ടികളെ പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദഫും കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ കാണാൻ പറ്റിയിട്ടാണ്. മാഷാ അല്ലാ അടിപൊളിയായിരുന്നു എല്ലാ പ്രോഗ്രാമും. അപ്പോൾ ഈ വർഷത്തെ നമ്മളെ മൂച്ചിക്ക റോഡിലെ നബിദിനം വളരെ ഭംഗിയായിട്ട് തന്നെ മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞ്. അത് നമ്മളെല്ലാവരും
പ്രവാസികളും നാട്ടുകാരും ചെറുപ്പക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞ്. ഇനി ഇതുപോലെ അടുത്ത വർഷം ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ അപ്പോൾ ഈ ഒരു ദഫ് കളിക്കണതിൽ നമ്മൾ അൻഫൊക്കെ ഉണ്ട് കേട്ടോ. അൻഫുവിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ അടുത്തുള്ള കുട്ടികളൊക്കെ തന്നെയാണ് ഈ ഒരു ദഫ് പ്രോഗ്രാമിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ചെറിയ പറപ്പൂരിലെ തോഹ മസ്ജിദിലെ നബിദിന പരിപാടി ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.